ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോക ചരിത്രമാണ് പഠിക്കാൻ പോകുന്നത്. ലോക ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നദീതട സംസ്കാരങ്ങൾ. ഹാരപ്പൻ സംസ്കാരമാണ് നദീതട സംസ്കാരത്തിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. ഹാരപ്പൻ സംസ്കാരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരമാണ്. സിന്ധു നദീതട സംസ്കാരം എന്ന പേര് നിർദ്ദേശിച്ചത് സർ ജോൺ മാർഷൽ. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് ഹാരപ്പൻ സംസ്കാരം. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ഉദ്ഖനനം നടന്നത് പാകിസ്ഥാനിലെ ഹാരപ്പയിലാണ്. ഹാരപ്പൻ ജനതയെ മെസപ്പൊട്ടോമിയക്കാർ വിളിച്ചിരുന്ന പേര് മെലൂഹ എന്നായിരുന്നു. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഉപജ്ഞാതാക്കളായി കരുതപ്പെടുന്നത് ദ്രാവിഡരെയാണ്. ഹാരപ്പൻ ഉദ്ഖനനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ പുരാവസ്തു വകുപ്പിൻ്റെ തലവനായിരുന്നു സർ ജോൺ മാർഷൽ. ഹാരപ്പൻ സംസ്കാരം കണ്ടെത്തിയതായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വർഷം 1924 ആദ്യമായി ഹാരപ്പൻ പ്രദേശം സന്ദർശിച്ച് തകർന്ന നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ തിരിച്ചറിഞ്ഞ വ്യക്തിയായിരുന്നു ചാൾസ് മേസൺ. ഹാരപ്പൻ നാഗരികതയുടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ഭാഗമായ ഒരു നഗരമാണ് മോഹൻജൊദാരോ. സിന്ധു നദീതട ജനത ആരാധിച്ചിരുന്ന മൃഗം കാള. സിന്ധു നദീതട ജനത ഇണക്കി വളർത്തിയിരുന്ന മൃഗം നായ. സിന്ധു നദീതട ജനതയ്ക്ക് അറിവില്ലാതിരുന്ന മൃഗം കുതിര. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ വെങ്കലയുഗ സംസ്കാരം സിന്ധു നദീതട സംസ്കാരം. സ്വർണവും വെള്ളിയും കൂട്ടിക്കലർത്തി സിന്ധു നദീതട ജനത നിർമ്മിച്ചിരുന്ന ലോഹക്കൂട്ടായിരുന്നു ഇലക്ട്രം. ആദ്യമായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ഹാരപ്പ. രണ്ടാമതായി കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രം മോഹൻജൊദാരോ. ഹാരപ്പൻ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ്. ഹാരപ്പയെ ആദ്യമായി ഉദ്ഖനനം ചെയ്ത് കണ്ടെത്തിയത് ദയറാം സാഹ്നി. ഹാരപ്പ നിലനിന്നിരുന്ന നദീതീരം രവി. ഋഗ്വേദത്തിൽ ഹരിയുപ്യ എന്ന് പരാമർശിക്കുന്നത് ഹാരപ്പ. ചെമ്പ് നിർമ്മിതികൾക്ക് പ്രസിദ്ധമായ സിന്ധു നദീതട കേന്ദ്രമാണ് ഹാരപ്പ. ഇഷ്ടിക പാകിയ വഴികളും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടങ്ങളും മികച്ച അഴുക്കുചാൽ സംവിധാനവും കൊണ്ട് വ്യത്യസ്തമായ സിന്ധു നദീതട കേന്ദ്രമാണ് മോഹൻജൊദാരോ. മോഹൻജൊദാരോയിൽ നിന്നും കണ്ടെടുത്ത പ്രശസ്തമായ നിർമ്മിതിയാണ് മഹാസ്നാനഘട്ടം. മോഹൻജൊദാരോയിലെ ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് R.D. ബാനർജി. ലോകത്തിൽ ആദ്യമായി അഴുക്കുചാൽ സമ്പ്രദായം ആരംഭിച്ചത് മോഹൻജൊദാരോ. വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി എന്ന് കരുതപ്പെട്ടിരുന്ന സിന്ധു നദീതട പ്രദേശമായിരുന്നു മോഹൻജൊദാരോ. മോഹൻജൊദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട പ്രദേശങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് പാകിസ്ഥാനിലാണ്. ലോത്തൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗുജറാത്താണ്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായ പ്രധാന തുറമുഖ നഗരമാണ് ലോത്തൽ. കപ്പൽശാല കണ്ടെത്തിയ സിന്ധു നദീതട സംസ്കാര കേന്ദ്രമാണ് ലോത്തൽ. ഗുജറാത്തി ഭാഷയിൽ ലോത്തൽ എന്ന വാക്കിൻ്റെ അർത്ഥം മരിച്ചവരുടെ കുന്നെന്നാണ്. രാജസ്ഥാനിൽ കേന്ദ്രീകരിച്ചിരുന്ന സിന്ധു നദീതട പ്രദേശം കാലിബംഗൻ. കാലിബംഗൻ എന്ന വാക്കിനർത്ഥം കറുത്ത വളകൾ. ഡ്രെയിനേജ് സംവിധാനം നിലവിലില്ലാതിരുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രമായിരുന്നു കാലിബംഗൻ. എല്ലാ വീടുകളോടും ചേർന്ന് കിണറുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ് കാലിബംഗൻ. ഒട്ടകത്തിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയ സിന്ധു നദീതട പ്രദേശമാണിത്. പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട സംസ്കാര കേന്ദ്രം ചാൻഹുദാരോ. രൂപാർ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബ്. രൂപാറിൽ ഉദ്ഖനനം നടത്തിയത് Y.D. ശർമ്മ. പുരുഷനോടൊപ്പം സ്ത്രീയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രം ലോത്തൽ. മനുഷ്യനോടൊപ്പം നായയെയും അടക്കം ചെയ്തതിൻ്റെ തെളിവ് ലഭിച്ച കേന്ദ്രം രൂപാർ. ഏകീകൃത ജലസേചന സൗകര്യമുണ്ടായിരുന്ന ഒരു നഗരമാണ് ധോളവീര. ഹരിയാനയിലെ ഹിസാർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സിന്ധു നദീതട കേന്ദ്രമാണ് ബനാവലി. തീ പടർന്നതിനെ തുടർന്ന് നശിച്ചുപോയ ഹാരപ്പൻ നഗരം കോഡ്ദിജി. ഉറപ്പുള്ള ചുട്ട ഇഷ്ടികകളുടെ ഉപയോഗമായിരുന്നു ഹാരപ്പയിലെ നഗരങ്ങളുടെ പ്രധാനമായ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ അഴുക്കുചാൽ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ മോഹൻജൊദാരോയിൽ വലിയൊരു കുളത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഹാരപ്പയിൽ കണ്ടെത്തിയ നഗരാവശിഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവിടെയുള്ള ധാന്യപ്പുരകൾ തന്നെ ആയിരുന്നു. ആദ്യമായി ഹാരപ്പൻ മുദ്ര കണ്ടെത്തിയത് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. ഹാരപ്പൻ മുദ്രകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെട്ട മൃഗം യൂണിക്കോൺ. ഹാരപ്പൻ ലിപി അറിയപ്പെടുന്നത് ചിത്രലിപിയാണ്.
ഹാരപ്പൻ സംസ്കാരം ക്ഷയിച്ചു തുടങ്ങിയത് ഏകദേശം 1700 BC കൂടിയാണ്. ഇന്ത്യയിൽ പുരാവസ്തു ഗവേഷണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണ്.